കഴിഞ്ഞ ഒക്ടോബർ 7 നമ്മുടെ ഹമാസ് പോരാളികൾ അവർ ഇസ്രായേലിലേക്ക് നടത്തിയിട്ടുള്ള ആക്രമണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്തരത്തിൽ ഹമാസ് തീവ്രവാദികൾ ആക്രമണം നടത്തി. അതിനുശേഷം നിരവധി കൊലപാതകങ്ങളുണ്ടായി. അത് ഗസയിലൊക്കെ നിരവധി പേർ കൊല്ലപ്പെട്ടു. പ്രത്യേകിച്ചും കുട്ടികളും സ്ത്രീകളുമൊക്കെയാണ് കൊല്ലപ്പെട്ടത് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിനിടയിൽ വലിയ ചില ഹൈ പ്രൊഫൈൽ കൊലകളൊക്കെ ഉണ്ടായി. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിലുമൊക്കെ ഇസ്രായേലിൻ്റെയും മൊസാദിൻ്റെയും ഒക്കെ കൈകളുണ്ടോയെന്ന് ആളുകൾ സംശയം ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ പുതിയ പ്രസിഡൻ്റ് അവിടെ സ്ഥാനാരോഹണം നടത്തുന്ന ചടങ്ങിന് വേണ്ടി ചെന്നിട്ടുള്ള ഹമാസിൻ്റെ തലതൊട്ടപ്പൻ ഇസ്മയിൽ ഹനിയും അതിദാരുണമായി കൊല്ലപ്പെട്ടു. അപ്പോൾ ഈ കൊലപാതകങ്ങൾക്കൊക്കെ ശേഷം പോലും ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് ഇറാൻ ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നൊരു ഘട്ടത്തിൽ ഇറാൻ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഹൂത്തികളൊക്കെ ഇതുപോലെയുള്ള കുറേ ഗ്രൂപ്പുകൾ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇസ്രായേലിന് കനത്ത തിരിച്ചടി കൊടുക്കും എന്നാണ് നമ്മൾ കേട്ടിരുന്നത്. പക്ഷേ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം ഈ ഹിസ്ബുള്ളയുടെ പോരാളികൾ ഓരോരുത്തരും സ്വന്തം പേജറിൽ വന്നിട്ടുള്ള ഒരു മെസ്സേജ് എടുത്തു വെച്ചിട്ട് നേരെ മുഖത്തോട് അടുത്തേക്ക് വെച്ച് അവരിങ്ങനെ നോക്കുമ്പോൾ തന്നെ അത് പൊട്ടിത്തെറിച്ച് നിരവധി പേർ മരിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ മരണം ഏതാണ്ട് 30 കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചിലർ കണക്കിൻ്റെ കാര്യത്തിൽ 12, 15 മുതൽ 35, 40 വരെയുള്ള റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയുന്നത്, ഇത് ഏതാണ്ട് 2750ഓളം പേജറുകളായിരുന്നു. ആ പേജറുകൾ പൊട്ടിത്തെറിച്ചിട്ടുള്ള ആളുകളിൽ ഏതാണ്ട് പകുതിയോളം പേർക്ക്, ആയിരക്കണക്കിന് പേർ തന്നെ ഗുരുതരമായ രീതിയിൽ ഹോസ്പിറ്റലാണെന്നും ആണ് പറയുന്നത്. ഇതിനോടൊപ്പം ഏറ്റവും ആദ്യത്തെ ഘട്ടത്തിൽ ഈ പേജറുകളാണ് പൊട്ടിത്തെറിച്ചതെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ പേജറുകൾ മാറിയിട്ട് വോക്കി ടോക്കികളൊക്കെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അതിനുശേഷം ഏതാണ്ട് ഒരു നിശ്ചിത സമയത്തിന് ശേഷം നമുക്കറിയാൻ കഴിഞ്ഞത് സോളാർ ഉപകരണങ്ങളൊക്കെ തന്നെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇതൊന്നും ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ല. ഇപ്പം നമ്മുടെ മലയാളത്തിലുള്ള ചില ചാനലുകളൊക്കെ ഇരുന്ന് റിപ്പോർട്ട് ചെയ്യണ കാണുമ്പോൾ ഇത് ഏറ്റവും ആദ്യമായിട്ട് ആണ് ഇത്തരത്തിലുള്ളൊരു അറ്റാക്ക് മൊസാദും അതുപോലെ തന്നെ ഇസ്രായേലും ഒക്കെ നടത്തുന്നതെന്ന് നമ്മൾ വിചാരിക്കും. അല്ല, 1996 ഈ ഹമാസിൻ്റെയൊക്കെ ഏറ്റവും വലിയ ചീഫ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു. അതായത് ബോംബ് ഉണ്ടാക്കുന്നതിൽ പരമ വിദഗ്ധനായിട്ടുള്ള ഒരു എഞ്ചിനീയർ. അദ്ദേഹത്തിൻ്റെ പേര് യാഹിയ അബ്ദുൾ ലത്തീഫ് അയാഷ് എന്നാണ്. എന്ന് പറഞ്ഞാൽ യാഹിയ അയാഷ് എന്നാണ് അയാൾ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഇതുപോലെ കംപ്ലൈൻ്റ് ആയി. ആ മൊബൈൽ കംപ്ലൈൻ്റ് ആയപ്പോൾ അദ്ദേഹം അത് റിപ്പയർ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും അത് പൊട്ടിത്തെറിച്ച് മരിച്ചുപോയിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന വസ്തുത. അപ്പോൾ ഇതുപോലെയുള്ള നിരവധി കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ ബഹുമിടുക്കന്മാരാണ് മൊസാദ് എന്ന് പറയുന്നത്. അപ്പോൾ മൊസാദിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഏറ്റവും ആദ്യം ഇതൊരു തായ്വാൻ കമ്പനിക്കാണ് ഇത് ഏറ്റവും ആദ്യം ഇവരൊരു കരാറ് കൊടുത്തിരുന്നത് ഈ പേജറുകൾ നിർമ്മിക്കാൻ. ഇവരിപ്പോഴും പേജറുകൾ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, പേജറുകൾക്ക് ഒരിക്കലും നിൽക്കുന്ന സ്ഥലമോ ലൊക്കേഷനോ ഒന്നും ട്രാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളൊന്നും പുറത്തേക്ക് പോകാനോ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇവർ വളരെ ബുദ്ധിപരമായിട്ട് നമ്മുടെ ഹമാസ് ഹിസ്ബുള്ളയുടെ പോരാളികളൊക്കെ തന്നെ ഈ പേജറുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗോൾഡ് അപ്പോളോ എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനിയുടെ ലേബലിലുള്ള പേജറുകളാണ് നശിച്ചു പോയത്. പക്ഷേ ഗോൾഡ് അപ്പോളോ എന്ന് പറയുന്ന തായ്വാനിലുള്ള കമ്പനി, അവർ ഏതാണ്ട് സെമി കണ്ടക്ടറുകളൊക്കെ നിർമ്മിക്കുന്ന 90% സെമി കണ്ടക്ടറുകൾ നിർമ്മിക്കുന്ന ഒരു വലിയ കമ്പനിയാണ്. പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഈ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടോ പേജറുമായിട്ടോ ഞങ്ങളൊന്നും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പിന്നീട് ഇവർക്ക് സപ്ലൈ ചെയ്ത് ആരാണെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് BSC കൺസൾട്ടൻസി എന്ന് പറയുന്ന ഒരു കമ്പനി മുന്നോട്ട് വരുന്നത്. അത് ഹംഗറിയിലുള്ളൊരു കമ്പനിയാണ്. ഒരു വളരെ ലോ പ്രൊഫൈലായിട്ടുള്ളൊരു കമ്പനിയാണ്. അവരുടെ ഓഫീസ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. ആ ബിൽഡിങ്ങിൻ്റെ ഒരു ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലാണ് അവരുടെ ഓഫീസുള്ളത്. പക്ഷേ ആ ഓഫീസിൽ ആരെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ, ആരെങ്കിലുമൊക്കെ വന്നു പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു സ്ഥിരീകരണമായിട്ടില്ല. പക്ഷേ ഈ BSC കൺസൾട്ടൻസി എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് അവരുടെ വെബ്സൈറ്റിലൊക്കെ തന്നെ, വെബ്സൈറ്റ് ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്, ആ വെബ്സൈറ്റിൽ ആകെ ഒരൊറ്റ ഒരാളുടെ പേരേ അതിനകത്ത് കാണിച്ചിട്ടുള്ളൂ. അവരാണ് അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത്. അവരുടെ പേര് ക്രിസ്ത്യാനോ ആർച്ചിഡിയാക്കുനോ ബാസനി എന്നുള്ളതാണ്. ക്രിസ്ത്യാനോ ആർച്ചിഡിയാക്കുനോ ബാസനി എന്നുള്ളതാണ് പേരെന്ന് പറയുന്നത്. ആ പേരിലുള്ള വളരെ സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയാണ്. അവർ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പഠിച്ചതാണ്, ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്തതാണ്. അവർ കൂടാതെ എർത്ത് ചൈൽഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും അവരുടെ ഡയറക്ടറായിട്ട് അവരുടെ പേര് കാണിച്ചിട്ടുണ്ട്. അതിൽ തന്നെ അവരുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ പറയുന്നൊരു കാര്യം അവരൊരു ഫിസിസിസ്റ്റ് ആണെന്നാണ്.
എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു കൺസൾട്ടൻ്റാണ് പ്രൊജക്ട്സിൻ്റെയൊക്കെ, അതായത് നമ്മുടെ എൻവയോൺമെൻറ്റ് സൊല്യൂഷൻ്റെയും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് പ്രോബ്ലംസിൻ്റെയും പൊളിറ്റിക്കൽ പ്രോബ്ലംസിൻ്റെയും ഒക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കൺസൾട്ടൻ്റാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. കൂടാതെ ഈ കമ്പനി ഏതാണ്ട് 118ഓളം വരുന്ന BSc കൺസൾട്ടൻസി എന്ന് പറയുന്ന കമ്പനി 118ഓളം വരുന്ന സർവീസുകൾ ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതുമൊക്കെ അവരുടെ വെബ്സൈറ്റിൽ കാണിച്ചിരുന്നു. അത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഷുഗർ പ്രൊഡ്യൂസേഴ്സാണ്, പിന്നെ ഓയിൽ പ്രൊഡ്യൂസേഴ്സാണ്, അതുപോലെ റീറ്റെയിൽ ജ്വല്ലറിയുടെ സെയിൽസ് ഉണ്ട്, പിന്നെ നാച്ചുറൽ ഗ്യാസ് എക്സ്ട്രാക്ടേഴ്സാണ് എന്നൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ, ഏതാണ്ട് 118ഓളം കാര്യങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ലോകം മുഴുവൻ സംശയിക്കുന്നൊരു കാര്യം, ഇവർ വഴിയാണ് ഇത് കാരണം ഇവരിപ്പോഴും മീഡിയയിൽ വരികയോ ഇവരെ കണ്ടെത്തുകയോ ഒന്നും ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആളുകൾ സംശയിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇവരൊരു മൊസാദിൻ്റെ ഏജൻറ്റ് തന്നെ ആയിരുന്നോ എന്നുള്ളൊരു സംശയം ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. പക്ഷേ അവിടെ പരിശോധിക്കുന്ന ഹംഗേറിയൻ പോലീസ് പറയുന്നത് ഇതൊന്നും സ്ഥിരീകരിക്കാറായിട്ടില്ലെന്നാണ്. ഇവർ വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന നിരവധി ഓർഗനൈസേഷൻസുമൊക്കെ ആയിട്ട് ഇടപാടുകളുള്ള ഒരാളാണ്. പക്ഷേ മൊസാദിൻ്റെ ഏജൻറ്റുമാരാണെങ്കിൽ ഇത്രത്തോളം വിസിബിളായിട്ട് അവർ പുറത്തേക്ക് വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് സംശയിക്കാവുന്ന ഒരു കാര്യമാണ്. എന്താണെങ്കിലും ഇവരുടെ ഭാഗത്ത് നിന്നാണ് ഈ പേജറുകൾ പോയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വെളിവാക്കാൻ കഴിയുന്ന ഒരു കാര്യം. പക്ഷേ പേജറുകൾ മാത്രമല്ല അവിടെ പൊട്ടിത്തെറിക്കുന്നത്. ഒന്നുകിൽ ഈ പേജറുകളുടെ ട്രാൻസിറ്റിൽ എവിടെയെങ്കിലും വെച്ച് ഇടക്ക് വെച്ചിട്ട് ഇത് ഹൈജാക്ക് ചെയ്യുകയും, ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് പോലെ ഏതാണ്ടൊരു 3 ഗ്രാം വരുന്ന എക്സ്പ്ലോസീവ്സ് ഈ പറയുന്ന പേജറിനുള്ളിൽ തിരികെയും ചെയ്തു മൊസാദ് എന്നാണെങ്കിൽ, വാഷിങ്ടൺ പോസ്റ്റ് പറയുന്നത് ബാറ്ററി തന്നെ പൊട്ടിത്തെറിക്കാവുന്ന ബാറ്ററികൾ ഉപയോഗിച്ചു എന്നുള്ള തലക്കുള്ള കഥകളുമൊക്കെ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് മുഴുവനായിട്ട് നമ്മൾ അറിയണമെങ്കിൽ വളരെ ചെറിയ ആൾബലമുള്ള ഒരു സംഘടനയാണ് മൊസാദ് എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ ഓപ്പറേഷൻസ് എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവർ ഈ ഹിസ്ബുള്ളയെ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ഇസ്രായേലിനെതിരെ പകരം വീട്ടുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഏതാണ്ട് ഹിസ്ബുള്ളയുടെ ആളുകളെയൊക്കെ തന്നെ തൂത്തെറിയാൻ തക്ക പാകത്തിൽ നിരവധി പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ നമ്മുടെ പോരാളികൾക്ക് സത്യത്തിൽ ഇപ്പോൾ ഒരു ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റും തുറക്കാൻ അവർക്ക് പേടിയാണ്. TV ഓൺ ചെയ്യുന്നില്ല, ഫ്രിഡ്ജ് തുറക്കുന്നില്ല, അതുപോലെ മൊബൈൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഒരു തരത്തിലുമില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇസ്രായേൽ ചെയ്തേക്കണ ഒരു കാര്യം എന്ന് പറയുന്നത് ഹിസ്ബുള്ളയുടെ ഈ കമ്മ്യൂണിക്കേഷൻ മൊത്തം അവർ വിച്ഛേദിക്കുകയും വലിയ രീതിയിലുള്ള തകർച്ച ഹിസ്ബുള്ള നേരിടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതുകൊണ്ട് ഹിസ്ബുള്ള ഒന്നും അവസാനിക്കില്ല, കാരണം അതൊരു ആശയമാണ്. തീർച്ചയായിട്ടും പുതിയ ആളുകൾ അതിനകത്തേക്കൊക്കെ ഉയർന്നു വന്നേക്കാം. പക്ഷേ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഒരു വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. എന്ത് ചെയ്യണം എന്നറിയാതെ ഉഴലുകയാണ് ഹിസ്ബുള്ള എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടനകളിൽ ഒരാളായിട്ടുള്ള സംഘടന. അവരുടെയൊക്കെ വലിയ പിൻബലം എന്ന് പറയുന്നത് വലിയ പ്രവർത്തനങ്ങളിലൂടെ അവരുണ്ടാക്കുന്ന വലിയ പണമാണ്. 1.1 ബില്യണോളം വരുന്ന വരുമാനമാണ് അവർക്ക് വർഷമുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല. ഇതാണ് ഇപ്പോൾ പേജർ ബോംബുകൾ പൊട്ടിത്തെറിക്കുകയും ഏറ്റവും ഒടുവിൽ അത് സോളാറിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇനി നാളെ എന്തൊക്കെ പൊട്ടിത്തെറിക്കുമെന്നറിയില്ല. ചിലപ്പോൾ നിങ്ങളിത് കേൾക്കുമ്പോഴേക്കും മറ്റു പല സാധനങ്ങളും കൂടി പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവാം. കാരണം അത്രമാത്രം എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സംഘടനയാണ് മൊസാദ് എന്ന് പറയുന്നത്.